മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലൈവ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം. സമയം 9:14 മാർക്കറ്റ് ജസ്റ്റ് ഓപ്പണായി. നമ്മുടെ അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ നിഫ്റ്റിയിൽ 24,689 ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയയാണ്. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്കുള്ള ട്രേഡ് നോക്കാം. അതായിരിക്കും ഇന്നത്തെ ഫസ്റ്റ് നിഫ്റ്റിയിലുള്ള ഒരു ചാൻസ് ആയിട്ട് ഞാൻ കാണുന്നത്. 24,689 ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ താഴേക്കാണ് എൻ്റെ വ്യൂ ഉണ്ടാവുക. അതായിരിക്കും നിഫ്റ്റിയിലുള്ള ഒരു എന്താ പറയുക അപ്സൈഡ് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഞാൻ കാണുന്ന ഒരു ഏരിയ. അതുപോലെ ഇനി നിഫ്റ്റിൻ്റെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് ഉള്ള ഒരു ഏരിയ മാർക്ക് ചെയ്തേക്കാം. ഡൗൺ സൈഡ് ഒരുപാട് എന്താ വെച്ചാൽ വലിയ രണ്ട് ക്യാനലിനുള്ളിൽ ആയതുകൊണ്ട് ഒരുപാട് അപ്പ് സൈഡും ഡൗൺ സൈഡും ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പ് സൈഡും ഉണ്ട് ഡൗൺ സൈഡും ഉണ്ട് ഒരുപാട് ഏരിയ. പക്ഷേ നമ്മൾ ഡൗൺ സൈഡ് ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. ആ ഒരു ഏരിയ എത്തുമ്പോൾ അപ്പ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാന്നുള്ള ഏരിയകൾ. അപ്പോൾ ഒരുപാട് കുറച്ച് താഴെയാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഉള്ളത്. ഇപ്പോൾ പ്രോപ്പർ നമുക്കൊരു എൻട്രി വരികയാണെങ്കിൽ ഇനി മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് 24,680 സംതിങ്ങിൻ്റെ മുകളിലേക്ക് പോയാൽ താഴേക്ക് നോക്കാം 89, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് താഴെ അത് പിന്നെ എത്തുമെന്ന് അറിയില്ല. 24,295 ആ ലെവലിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യും. ഇന്നത്തെ ലെവൽസിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ലെവൽസിൻ്റെ വീഡിയോയിൽ. അത് ഡെയിലി ഞാൻ ലെവൽസിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ ഇങ്ങനത്തെ ലിക്വിഡിറ്റി ഏരിയാസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ് ഈ രണ്ട് ലെവൽസിലാണ് നിഫ്റ്റി പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നോക്കാം. ബാങ്ക് നിഫ്റ്റി 53,775 മുകളിലേക്ക് പോവുകയാണെങ്കിലാണ് ഞാൻ താഴേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുക. അതുപോലെ 52,850 അതിൻ്റെ താഴേക്ക് വരുമ്പോൾ അപ്പ് സൈഡിലേക്ക് നോക്കും. അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ കറൻ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ. ഈ രണ്ട് ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് ഉണ്ട്. അല്ലെങ്കിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഏതായാലും നല്ല ചാൻസ് വരുമ്പോൾ നോക്കാം. ഇത് തന്നെ ഈ ഒരു വലിയ ക്യാൻഡിൽ കണ്ടില്ല, അതാണ് പ്രശ്നം. അതിൻ്റെ ഉള്ളിലാണ് കുറേ ദിവസമായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുമ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്ത് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തീരുന്ന എനിക്ക് തോന്നുന്നു. അപ്പം പക്ഷെ എന്നാലും ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ചെയ്ത് ഇന്നലെ മഞ്ഞാന്നൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. സമയം 10:33 നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഒരു അപ്സൈഡ് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് താഴേക്കുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് നോക്കാം. നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയയിൽ എത്തിയിട്ടില്ല മാർക്കറ്റ് നിഫ്റ്റി ഇന്ന്. പക്ഷേ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയയിൽ മാർക്കറ്റ് എത്തിയതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് താഴേക്ക് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാൻ പറ്റിയൊരു ഏരിയയാണ്. കാരണം ബാങ്ക് നിഫ്റ്റി ഇതുപോലെ 53 ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിലുള്ള. അപ്പോൾ നമുക്ക് താഴേക്കുള്ള ട്രേഡാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴെ വന്നു, പിന്നെ മുകളിൽ പോയി. അപ്പോൾ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ലേഴ്സിനെയും ബയേഴ്സിനെയും കുറേ ഔട്ടാക്കാൻ ചാൻസ് ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ ഇനിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നമുക്ക് താഴേക്കുള്ളൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:45 ഇതുവരെ ഒരു എൻട്രി കിട്ടിയിട്ടില്ല താഴേക്ക്. നമുക്ക് എന്താ പറയുക, മാർക്കറ്റ് താഴെ ഒരുപാട് ലിക്വിഡിറ്റി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24,645 അല്ലെങ്കിൽ 636 ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കും നോക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ 24 നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത് 24,689 എത്തിയിട്ടില്ല. അതുപോലെ ബാങ്കിൻ്റെ അവസ്ഥ തന്നെ. ബാങ്ക് താഴേക്ക് വരുന്നവർ കാണിച്ച് അവസാനം 53,500 വരെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് ഇങ്ങനെ പോയി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, പ്രോപ്പർ ഇതുവരെ ഒരു എൻട്രി വന്നിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു കാര്യം കണ്ടിട്ട് തൊട്ടടുത്താണ് ലിക്വിഡിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് മുകളിലേക്കും താഴേക്കും വന്നാലും അധികം പ്രോഫിറ്റ് വെയിറ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ നമ്മൾ ഒരു എൻട്രി കിട്ടിയാൽ താഴേക്ക് ഞാൻ എടുക്കും. ഞാൻ ഇന്നലെ ഇതുപോലെ തന്നെ തൊട്ടടുത്ത് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടി വലിയ ടാർഗറ്റ് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാം താഴേക്കുള്ള. നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയയിൽ ഒന്ന് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 1:2, 3 ഒക്കെ എൻട്രി കിട്ടുകയാണെങ്കിൽ തന്നെ അധികം ഉണ്ടാവാൻ പ്രോബബിലിറ്റി കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻട്രി വലിയ ടാർഗറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ ഡേ ലോ ഒക്കെയാണ് ഞാൻ ടാർഗറ്റായിട്ട് നോക്കുന്നത്. ഒന്നെങ്കിൽ ഡേ ലോ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റുള്ള സിംഗ് ലോ ഒക്കെ ആയിട്ട് ടാർഗറ്റ് താഴേക്ക് ഒരു എൻട്രി കിട്ടിയാൽ. കാരണം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 1:5 അല്ലെങ്കിൽ 1:10 റേഞ്ചിലൊക്കെ ഒരു ടാർഗറ്റിലേക്ക് ഉണ്ടാവുള്ളൂ. തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് പോകാനാണെങ്കിൽ വലിയ ടാർഗറ്റ് മുകളിലേക്കില്ല. മുകളിലേക്ക് നമ്മളൊരു എൻട്രി നോക്കുകയാണെങ്കിൽ 24,655 ടാപ്പ് ചെയ്യും. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 24,680 സംതിങ്ങിൽ ഒരു ടാർഗറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ അതും വലിയ സീനാണ്. ഏതായാലും വരട്ടെ, ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇതുവരെ എൻട്രി ചാൻസ് ഒന്നും വന്നില്ല. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഡേ ഹൈൻ്റെ തൊട്ടടുത്താണ്. ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഡേ ഹൈ ഉണ്ടല്ലോ, മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് താഴേക്ക് പോകണ മാതിരി കാണിച്ച് ഒരുപാട് ആളുകൾ ഇൻവൈറ്റ് ചെയ്തിട്ട് ഡേ ഹൈ എത്താനായി. അപ്പോൾ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉള്ളൊരു ഏരിയയാണ് അതൊക്കെ. അപ്പോൾ അവിടെ നിന്നും റിജക്ഷൻ വരാനും ചാൻസ് ഉണ്ട്. അതൊക്കെ ലിക്വിഡിറ്റി ഏരിയാസാണ്. ഓക്കെ, നമ്മൾ ഡെയിലി മാർക്കറ്റിൽ ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ എത്തരത്തിലുള്ള ലിക്വിഡിറ്റി ഏരിയാസ് എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. എന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം.
അപ്പോൾ നമുക്ക് കുറേ ഐഡിയകൾ കിട്ടും മാർക്കറ്റിനെ കുറിച്ചുള്ള. എനിവേ ചാൻസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:12 ആയിട്ടുണ്ട്. നമുക്കൊരു പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ. വെയിറ്റിംഗ് ആണ്. നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, നമ്മുടെ എൻട്രി ഏരിയ എത്തിയിട്ടുണ്ട്. ഞാനത് വാച്ച് ചെയ്ത് വെച്ചാട്ടോ, ലിക്വിഡിറ്റി ഏരിയ വാച്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കാണാം നിഫ്റ്റിൻ്റെ പ്രൈസ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എൻട്രി എടുത്തുന്നുള്ളൂ. നമുക്കൊരു 6 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ്. നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു എൻട്രി ഇട്ട് തൊട്ടടുത്ത് തന്നെ ഒരു എന്താ പറയുക അപ്സൈഡ് ട്രേഡ് നോക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് ഒന്ന് അവിടെ ടാപ്പ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം, എക്സിറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മുടെ ഡേലോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ സിംഗിലോ ഇപ്പോൾ ടാർജറ്റ് അത് 1:5 ആയപ്പോൾ എന്തായാലും ഉണ്ടാവും. അങ്ങനെ പ്ലാൻ ചെയ്യാം. ഇൻ കേസ് മാർക്കറ്റ് നേരെ മുകളിലേക്കാണ് പോകണമെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് 2000 സംതിങ് രൂപ നമുക്ക് ലോസ് വരും. അതേ ഉള്ളൂ സംഭവിക്കുക. ഇത് ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് മാർക്കറ്റിൽ ഒരു എൻട്രി നമുക്ക് തന്നത് പ്രോപ്പറായിട്ടെന്ന്. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് 2 വലിയ ക്യാൻഡിൽസിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ എൻട്രി രാവിലത്തെ സെഷനിൽ എൻട്രി കിട്ടുന്നേ കുറവാണ്. കുറച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് എൻട്രിയൊക്കെ പൊതുവെ ഇപ്പോൾ വരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ട്രേഡ് ചെറിയൊരു പ്രോഫിറ്റിലാണ്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. നമ്മളെ ലിക്വിഡിറ്റിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യണ്ടല്ലേ. മാർക്കറ്റ് എപ്പോഴും ലിക്വിഡിറ്റി ഏരിയന്ന് ഒരു റിയാക്ഷൻ തരും പൊതുവേ. മിനിമം 5000 ആണ് നമ്മുടെ അധിക ട്രേഡും ഇല്ലേ. 5000 5000 സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പുതിയൊരു സ്ട്രാറ്റജി ഇറക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. താഴേക്ക് വരട്ടെ പക്ഷേ ഈ തൊട്ടടുത്തുള്ള ഇന്നത്തെ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി താഴെ ഉണ്ടല്ലോ 24,645. അവിടെയൊക്കെ ടാപ്പ് ചെയ്യുമ്പം ഇന്ന് 5000 വരാൻ ചാൻസ് ഇല്ല. കാരണം ഇന്ന് തൊട്ടടുത്താണ്, വളരെ അടുത്താണ് ഡൗൺ സൈഡും അപ്പ് സൈഡും ഒക്കെ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഒരു എൻട്രി കിട്ടി ടാർജറ്റ് അടിക്കണമെങ്കിൽ എന്താ പറയുക, ആ ഡയറക്ഷനിലേക്ക് അത്രയും ഒരു ഇത് വേണം. മാർക്കറ്റ് മൂവ് ചെയ്യുമെന്നുള്ളൊരു ഇതുവെങ്കിലും വേണം. അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്ത് തീരും. അപ്പ് സൈഡും ഡൗൺ സൈഡും തൊട്ടടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് അധികം ഒരു മൊമെൻ്റം കാണിക്കാറില്ല പൊതുവെ. പക്ഷെ അങ്ങനെ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. നമ്മൾ മാർക്കറ്റിനെ ഒരിക്കലും നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം മാർക്കറ്റ് കൺസോൾട്ടേഷനാണ് അല്ലെ സൈഡ് വേസ് ആണെന്നൊക്കെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റാമല്ലോ. മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ പറയാം അന്ന് കൺസോൾട്ടേഷൻ ആയിരുന്നു, ഇന്ന് അങ്ങനെ സൈഡ് വേസ് ആയിരുന്നു ഒക്കെ പറയാം. മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനത്തെ ചില ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അങ്ങനെ ഒരിക്കലും കൺസോൾട്ടേഷൻ ആണെന്നും പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഭയങ്കര 500 പോയിന്റ് മൂവ് ചെയ്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ ഉണ്ടോ പറഞ്ഞില്ല, നല്ല മൊമെൻറ്റം വരുന്നുണ്ട് അല്ലേ. നമ്മളെ താഴെ ലിക്വിഡിറ്റി ഏരിയ എത്താനായിട്ടുണ്ട്. ആണെങ്കിൽ അവിടെ എത്തുമ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ആ ഒരു സിംഗിളോ എടുത്ത് കഴിഞ്ഞാൽ വെക്കണ്ട, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് 5 മിനിറ്റ്സ്. അപ്പോൾ അതെടുത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോപ്പ് ലോസ് ടൈമൊക്കെ ഇവിടെ കാണാം. 11:12 എൻട്രി, 11:37 എക്സിറ്റ്. ഇതിൽ രസമല്ല, നമ്മൾ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാമെന്ന് പറഞ്ഞ ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല. തൊട്ടടുത്ത് വന്നിട്ട് റിവേഴ്സ് ചെയ്ത് പിന്നെ മാർക്കറ്റ് നല്ല മുകളിലേക്ക് പോയിട്ടൊക്കെയാണ് നമ്മൾ SL അടിച്ചിട്ടോ. അതാണ് നമ്മൾ ഈ അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുത്തുള്ള ഗുണം. പ്രീമിയം പെട്ടെന്ന് ഡീക്കാവില്ല. പക്ഷേ കോസ്റ്റ് പ്രൈസ് വെക്കാനും പറ്റിയിട്ടില്ല. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒരു പോയിന്റ് ഞാൻ കണ്ടോ തൊടാതെ മാർക്കറ്റ് പൊന്തി കണ്ടോ. അത്യാവശ്യം പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷം തിരിച്ച് അവിടെ നിന്ന് പൊന്തി. അത് അറ്റ്ലീസ്റ്റ് ടാപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു ഒരു ഏരിയ നോക്കാം. ഇപ്പോൾ ഇനി നമ്മൾ അപ്പ് സൈഡ് മാർക്ക് ചെയ്ത നിഫ്റ്റിൻ്റെ ഏരിയ എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്ത ലെവലിൽ നിഫ്റ്റി ടാപ്പ് ചെയ്തുകൊണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഇന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നമ്മളൊരു ട്രേഡ് നോക്കി. ഇനി ഓൾറെഡി പ്രീവിയസ് ഡേയിൽ ഇന്ന് രാവിലെ നമ്മൾ മാർക്ക് ചെയ്ത ലെവലും നിഫ്റ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു താഴേക്കുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 12:05 നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് എൻട്രി എടുക്കാൻ പറ്റിയ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. നമുക്കൊരു ട്രേഡ് നോക്കാം. ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് 62 തന്നെ കൊടുക്കാം, 63 കൊടുക്കാം. 6 പോയിന്റ് SL
നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി അല്ല, നിഫ്റ്റിയിൽ എൻട്രി എടുക്കാം. നിഫ്റ്റി നമ്മൾ ഇന്ന് രാവിലെ മാർക്ക് ചെയ്ത ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ട് നമുക്കൊരു എൻട്രി ഇപ്പോഴാണ് മാർക്കറ്റിൽ വരുന്നത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം വന്നിട്ടില്ല. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. നമ്മുടെ ഏരിയയിലെത്തി നമുക്ക് എൻട്രി എടുക്കാം. 61.45 നമ്മൾ കണ്ടെടുത്തത്. സെയിം തന്നെ കേട്ടോ, സ്ട്രൈക്ക് തന്നെ എടുത്ത് മാർക്കറ്റ് 24,650 സ്ട്രൈക്ക് തന്നെ എടുത്ത. ശരിക്കും അത് സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി ആണ്. 24,680 ആണല്ലേ. നമ്മൾ എന്തുകൊണ്ടാണ് എടുത്തത് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ ഏരിയ എത്തുമ്പോൾ താഴേക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയയിൽ ഇപ്പോഴാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് എൻട്രി എസ് എൽ അടിച്ചതിന് ശേഷമാണ് അങ്ങോട്ട് വന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എൻട്രി എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് താഴെ തന്നെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ അതെടുത്തുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാനാണ് പ്ലാന്. അതാണ് ഇപ്പോൾ പ്ലാന്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇന്നത്തെ ഡേ ലോ വരെ ടാർഗറ്റായിട്ട് വെക്കാം. അതാണ് ഇപ്പം ഇനീഷ്യലി ഉള്ള പ്ലാന്. ഇനി ഒരു 5 minutes ലിക്വിഡിറ്റി ഏരിയയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് താഴെ വരെ നോക്കാമെന്നുള്ളതാണ്. ഇന്നത്തെ ഡേ ലോ വരെ ടാർഗറ്റ് നോക്കാം. ഇനി ഇൻ കേസ് മാർക്കറ്റ് നേരെ തിരിച്ചുകൊണ്ട് എഗെയിൻ അപ്പ് സൈഡിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ 24,700 ബ്രേക്ക് ചെയ്യാനുള്ള പരിപാടിയാണെന്നെങ്കിൽ നമ്മുടെ 2 ട്രേഡിൻ്റെ എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. സമയം 12 മണി ആയിട്ടുള്ളൂ. 2 എസ് എൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യണ്ട. ഇന്ന് ചെയ്യാനുള്ള പരിപാടിയില്ല. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. പിന്നെ തീരെ അല്ലെങ്കിൽ നല്ല അത്യാവശ്യം നല്ല മൊമെൻ്റ് ഉള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടേ നോക്കാം. ഇന്നിപ്പോൾ ചെയ്യാതൊക്കെയാണ് നല്ലത്. അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിൽ ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ട്രേഡ് നോക്കാം. എസ് എൽ ആണെങ്കിൽ പിന്നെ ചെയ്യാതിരിക്കുകയായിരിക്കും നന്നാവുക എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഏതായാലും ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, നമ്മൾ എൻട്രി എടുത്താൽ എക്സാക്ട്ലി ആ എന്താ പറയുക, എൻട്രി വന്ന ഏരിയന്ന് എക്സാക്ട്ലി ഒരു മൂവ്മെൻ്റ് ഉണ്ട്, താഴേക്കുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ട്. അതാണ് ഞാൻ എപ്പോഴും ട്രേഡ് എടുത്ത ഉടനെ പ്രോഫിറ്റ് പലപ്പോഴും കാണിക്കാറുണ്ട്. നിങ്ങൾ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവും. നമ്മുടെ ലിക്വിഡിറ്റി ഏരിയ എന്ന് കറക്റ്റ് ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് എപ്പോഴും പെട്ടെന്ന് പ്രോഫിറ്റിലേക്ക് ആദ്യം കാണിക്കും. പിന്നെ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ. ടാർജറ്റായാലും ഞാൻ പറയാം, അവർ എപ്പോഴും ലിക്വിഡിറ്റി ഏരിയ അധിക സമയത്തും ഒരു 90% ഓഫ് ദ ടൈം മൊമെൻ്റ് നമ്മുടെ പ്രോഫിറ്റാണ് ആദ്യം കാണിക്കുക. അല്ലാതെ ബ്രേക്ക് ഔട്ടിലൊക്കെ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ട്രേഡ് എടുത്ത ഉടനെ ലോസ് കാണിക്കുന്ന ആ ഒരു രീതിയിലല്ല. നോർമൽ പ്രൈസ് ആക്ഷനിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഈ കൺഫർമേഷനൊക്കെ എടുക്കുന്ന ട്രേഡ് ഒരു സപ്പോർട്ട് ഏരിയയിലെത്തി ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് ആ ക്യാൻഡിൽ മുകളിലേക്ക് മാർക്കറ്റ് പോകാൻ തുടങ്ങുമ്പോൾ കോൾ ഓപ്ഷൻ അങ്ങനത്തെ ഒക്കെ സിസ്റ്റത്തിൽ എപ്പോഴും ട്രേഡ് എടുത്ത ഉടനെ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ലോസാണ് പൊതുവെ ചില അധിക സമയങ്ങളും കാണിക്കുക. നല്ല മൂവ്മെൻറ്റും കാണിക്കുന്നില്ല, നല്ല പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. ചാട്ടി വരുന്നുണ്ട്. വരട്ടെ. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം എന്താണ് ട്രേഡിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. വരവ് കണ്ടിട്ട് നല്ല വരവ് വരാൻ തോന്നുന്നുണ്ട്. ഒരുവിധം എല്ലാവരും പറ്റിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് മാർക്കറ്റ് ഇന്നലെ ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്ത് താഴെ പോകാമെന്ന് കാണിച്ചതിന് ശേഷം ഇന്ന് എന്ത് പണി, നേരെ തിരിച്ച് വന്നിട്ട് ഏറ്റവും ഹൈ ഏരിയയിൽ ആളുകൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ അഥവാ ഇനി ലാസ്റ്റ് ടൈമിലൊക്കെ ഇന്നലെ ട്രേഡ് എടുത്ത ആളുകളുണ്ടാവും, അവരൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഇന്ന് നേരെ മുകളിൽ പോയി. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും സ്ട്രൈറ്റ് മൂവ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാർക്കറ്റ് ഒരിക്കലും നിഫ്റ്റിൻ്റെ ഒക്കെ ഒന്ന് ചാർട്ട് എടുത്താൽ നോക്കിയാൽ അറിയാം. ഇന്നലെ ഞാൻ മാർക്ക് ചെയ്ത ആ ഒരു ട്രെൻഡ് ലൈൻ എക്സാക്ട്ലി ഇന്നലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വന്നു. നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ട്രേഡ് എടുത്തു അല്ലേ. എന്നിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ആ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു 18,000 ഇന്നലെ. അതിനുശേഷം മാർക്കറ്റ് കുറേ ചില ആളുകൾ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കൺഫർമേഷനൊക്കെ എടുത്ത് 15 മിനിറ്റിൻ്റെ ക്യാൻഡിലെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് കൺഫേം ചെയ്തിട്ട് എൻട്രി എടുത്ത ആളുകളുണ്ടാവും, ലോങ് പൊസിഷൻ. അങ്ങനത്തെ ആളുകൾക്ക് സ്റ്റോപ്പ് ലോസ് കൊടുത്ത ഏരിയയിലേക്ക് ഇന്ന് മാർക്കറ്റ് പോയിട്ടുണ്ട്. അതായത് ഇന്നലെ ആളുകൾ ട്രേഡ് എടുത്ത് എസ് എൽ കൊടുത്ത ഒരു ഏരിയ ഉണ്ടാവും, ഒരു സിങ് ഹൈ ഏരിയ, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ അവിടേക്ക് മാർക്കറ്റ് ഒന്ന് എത്തിയിട്ടുണ്ട്. മീൻസ് അവിടെ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു മൊമെൻറ്റം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ട്രേഡ് എടുത്തത്. അപ്പോൾ നമ്മൾ ലോസ് ഒക്കെ കവർ ചെയ്ത് പ്രോഫിറ്റ് എത്തിയില്ലേ. പക്ഷേ പ്രീമിയത്തിന് തീരെ മൊമെൻ്റ് അല്ലല്ലോ. നമ്മൾ എൻട്രി എടുത്തു കൊടുക്കുന്ന ഓൾമോസ്റ്റ് എത്ര പോയിന്റ്, ഓൾമോസ്റ്റ് 20 പോയിൻറ്റ്സിൻ്റെ അടുത്ത് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രീമിയം ഇപ്പോൾ 6 പോയിൻറ്റേ പോയിട്ടുള്ളൂ അല്ലേ. ഓക്കെ നമ്മൾ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണിയാണ് എടുത്തത്. അത് ഇൻ ദ മണിയാണെങ്കിൽ കുറച്ചും കൂടി പ്രീമിയം കിട്ടുമായിരുന്നു അല്ലേ. ഔട്ട് ഓഫ് ദ മണി എടുത്തതിനെ കൊണ്ട് വേറെയും ഗുണമുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ എസ് എൽ നമുക്ക് 6 പോയിന്റ് വെച്ചത് ചിലപ്പോൾ ഇൻ ദ മണിയിൽ കറക്റ്റ് എസ് എൽ ഹിറ്റ് ചെയ്ത് പോകുന്ന സമയങ്ങളിലൊക്കെ ഈ ഔട്ട് ഓഫ് ദ മണിയിൽ എസ് എൽ ചിലപ്പോൾ ഹിറ്റ് ആവാതെ പോകാറുണ്ട്. 5 പോയിൻ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോയി. രണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ സ്റ്റോപ്പ് ലോസ് ചില സമയത്ത് ടാപ്പ് ചെയ്യാതെ രക്ഷപ്പെടുക എന്നുള്ളൊരു ഗുണമുണ്ട് ഈ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി ആകുമ്പോൾ. ഇനി സ്ലൈറ്റ്ലി ഇൻ ദ മണി ആകുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് ഇതിൽ ചിലപ്പോൾ 8,000 പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതിൽ 10-12 കാണിക്കും.
അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അത്, ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഔട്ട് ഓഫ് ദ മണി ആണോ, ഇൻ ദ മണി ആണോ, ഏതാണ് ഔട്ട് ഓഫ് ദ മണി? ഫാർ ഔട്ട് ഓഫ് ദ മണി ഒന്നുമല്ല കേട്ടോ, ജസ്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള ഔട്ട് ഓഫ് ദ മണിയാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഔട്ട് ഓഫ് ദ മണി ഒന്നും ഞാൻ ചെയ്യാറില്ല, അത് റിസ്ക്കാണ്. ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിക്കാം. സമയം 12:15 നമ്മൾ 4000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട്. അതായത് 1:3 റേഞ്ചിലായിട്ടുണ്ട്. നമ്മൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തി. ഇവിടുന്ന് മുകളിലേക്ക് പോകാനും ഒരു പ്രോബബിലിറ്റി ഞാൻ പറഞ്ഞു. തൊട്ടടുത്താണ് അപ്പ് സൈഡും ഡൗൺ സൈഡും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. നമ്മൾ എക്സിറ്റ് ചെയ്യണമെങ്കിൽ 1:3 ഇപ്പം നമുക്ക് എക്സിറ്റ് ചെയ്യാമായിരുന്നു. ഓൾറെഡി ഫസ്റ്റ് ട്രേഡിൽ ലോസ്, സെക്കൻഡ് ട്രേഡിൽ ഇപ്പോൾ 4000 സംതിങ് വരെ പ്രോഫിറ്റ് പോയിരുന്നു. കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, അതാണ് നല്ലത്. ഒരുപാട് ഓർഡർ അല്ലേ, അതാണ് ഇപ്പോൾ പ്രശ്നം കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാൻ. ഇതാണ് കാണുമ്പോഴാണ് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കേണ്ടതെന്ന് തോന്നുന്നത്. ഇതൊക്കെ കൂടെ എഡിറ്റ് ചെയ്തുണ്ടാക്കണം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:39 ആയിട്ടുണ്ട് അല്ലേ. നമുക്ക് ഓൾറെഡി 1:5 എത്തിയിട്ടുണ്ട്. 8000 സംതിങ് ഒക്കെ പ്രോഫിറ്റ് വന്നു, 8500 കാണിച്ചു പോകും. ആ ഒരു ട്രേഡിൽ 1:5 എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ട്രേഡിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ്സും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പ് സൈഡ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ ട്രേഡ് ഇനി ലോസിന് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു ഹാഫ് ബുക്ക് ചെയ്യാം. ഹാഫ് മീൻസ് ഒരു 1:2.5 അത്ര ഈ റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ലോസ് നമുക്കൊരു ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് എനിക്ക് ഷാർപ്പ് ഫാള് കിട്ടിയിട്ട് ടാർഗറ്റ് എത്തുകയാണെങ്കിൽ നമുക്കത് ബുക്ക് ചെയ്യുകയും ചെയ്യാം. 1:5 എബോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അല്ല, മാർക്കറ്റ് റിവേഴ്സൽ വരുമ്പോൾ നമുക്ക് ലോസിന് ബുക്ക് ചെയ്യാം. അതിൻ്റെ ഒരു റീസണും ഉണ്ട് കേട്ടോ, വെറുതെ അല്ല. നമ്മൾ ടാർഗറ്റ് എത്താതെ ഇറങ്ങി ടാർഗറ്റൊക്കെ തന്നെ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ റീസൺ എന്താ വെച്ചാൽ, ഒരു 50 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ്സ് ഉണ്ടായതിനെ കൊണ്ടാണ് ഞാൻ നിഫ്റ്റിയിൽ രണ്ടും ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ മുകളിലേക്ക് നോക്കാതിരുന്നത്. പക്ഷേ നിഫ്റ്റിയിലും അത് 50 മിനിറ്റ്സ് ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് അവിടെ. അതുമല്ല 53,500 താഴെയാണ്. അപ്പോൾ അവിടെ നിന്നൊരു മുകളിലേക്ക് പോകാനും ഒരു പ്രോബബിലിറ്റി ഉണ്ട് മാർക്കറ്റിന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ആ ട്രേഡ് ട്രെയിൽ ചെയ്യാം. ഒരു മിനിമം ആ ട്രേഡിൽ ഒരു 5000 റേഞ്ചൊക്കെ പ്രോഫിറ്റ് വരുന്ന രീതിയിൽ ട്രെയിൽ ചെയ്യാം. ഓൾറെഡി ഇപ്പോൾ 10,000 റേഞ്ചിൽ വന്ന് ആ ട്രേഡ്, കാരണം ഫസ്റ്റ് ട്രേഡ് നമുക്ക് ലോസ് ആയതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വരുന്നത്. ഇൻ കേസ് നേരെ വന്ന് ടാർഗറ്റിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യാം. അതാണ് ഇപ്പോൾ പ്ലാൻ ഉള്ളത്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇൻ കേസ് ഡയറക്റ്റ് വന്ന് ടാർഗറ്റ് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 1:5 എബോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഓൾറെഡി 1:5 ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. മൊത്തത്തിൽ 10,000 എബോ ഈസി ആയിട്ട് പ്രോഫിറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ട്രേഡിൽ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ മിനിമം 5000 ട്രേഡിൽ കിട്ടുന്ന രീതിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നമുക്ക് ഈ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം. ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തത് 2 ട്രേഡാണ്. ഫസ്റ്റത്തെ SL, രണ്ടാമത്തെ ട്രെയിലിംഗ് SL ആണ്. ട്രെയിൽ ചെയ്യാനുള്ള റീസൺ ഞാൻ പറഞ്ഞു. ഇൻ കേസ് ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം ബുക്ക് ചെയ്യുകയും ചെയ്യാം. ഇൻ കേസ് ലോസ് കൊടുക്കണ്ട, കാരണം റിവേഴ്സ് പോയിട്ട് തിരിച്ച് മാർക്കറ്റ് കയറാനും പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയയിലാണ്. ബാങ്ക് നിഫ്റ്റി ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിനെ കൊണ്ട് മുകളിലേക്കും പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ തൊട്ട മുകളിൽ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി വേറെയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ട്രേഡ് ചെയ്യാതിരിക്കായിരിക്കും നന്നാണ്. നാളെ അവസരം നോക്കാം, നാളെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഉണ്ടെങ്കിലും നോക്കാം. ഇവിടുന്ന് ഒരു അപ്സൈഡിലേക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൊട്ടടുത്ത് തന്നെ അപ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്, അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ബെറ്ററാണ്. അതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഇനി നാളെ നോക്കാം നമുക്ക്. താങ്ക് യു, ബൈ.